എപ്പിസോഡായിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്ക് നേരെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. തുടർന്ന് മൈനിങ് ചെയ്യാം. അപ്പോൾ ഇന്നും ഞാൻ വലുതായിട്ട് മൈനിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങാനും ഒരു വില്ലേജറെങ്ങാനും കിട്ടിയ ഓല വെച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഈ കുതിരകളൊക്കെ വരുമ്പോൾ കുതിരയും ഇതൊക്കെ വരുമ്പോൾ ഓട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പം നല്ല മഴയാണ് മൈൻക്രാഫ്റ്റിൽ പുറത്തു. അപ്പോൾ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ഇതാ ഒരു ചെസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഗൈസ് ഗോൾഡൻ ആപ്പിൾ ഗൈസ് ലാവാ ബക്കറ്റ് കിട്ടിയിട്ട് 10 സാൻഡ് ആവും. ഇതില്ല. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ലാഭമാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഗൈസ് നമുക്ക് ഈ ലാൻഡൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണ്ട. നമ്മളെ സാമ്രാജ്യം എപ്പോഴും ചെറുതായി നിന്നാകെ പറ്റൂലല്ലോ. അതുണ്ടാക്കാനുള്ളതും കിട്ടി. നമുക്ക് കോബിൾ സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പെട്ടിയിലാണെങ്കിൽ ലാവാ ബക്കറ്റും ഉണ്ട്. നമുക്കത് ഉണ്ടാക്കാം എന്തായാലും. ഇന്നാലും അതാക്കാമല്ലേ. ഗൈസ് ഞാൻ അതെവിടെ ഉണ്ടാക്കുന്നൊന്ന് നോക്കട്ടെ. നല്ല സാധനം എടുത്തില്ലല്ലോ. ഏതാ പൊട്ടൻ. അപ്പം ഞാൻ ഇതാ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും നമ്മളെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. നമ്മളെ ടിരി ഫാമാണ്. അതല്ല ഗൈസ് ഇവിടെ ഒരു ഇതിലെ ഹണി കോംബ് ഉണ്ടായിരുന്നു. എന്തിനാ ഹണീബിൻ്റെ മറ്റേ കൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മരം മുറിക്കാൻ കഴിയില്ല. ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനത്തെ ഗൈസ് എങ്ങനെയൊക്കെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തട്ടി ഞാൻ വീകാണ്ടിരിക്കുകയാണ്. ഒരു സ്ലാബ് ഉണ്ടാക്കുക. അങ്ങനെ നമ്മളെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. വലുതായിട്ട് ഡിസൈനൊന്നും ചെയ്തില്ല. എന്തായാലും ഞാൻ അപ്പോൾ നമ്മളിതാ കുറേ ഇത് മൈൻ ചെയ്തിട്ടുണ്ട്. 2.5 സ്റ്റാക്ക് അടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതിൽ കുറേ ലാഭമുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ വെച്ചിട്ട് 4 സ്റ്റാക്ക് സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇവിടെ എത്താം. ഒന്നും കൂടി ഉണ്ട് എനിക്ക് കൃത്യം 4 സ്റ്റാക്ക് അറിയാം. ഇനി ഇത് കുറേ നിരത്തണം. പിന്നെ നമ്മൾ ശനിയും ഞായറും മാത്രമല്ലേ വീഡിയോ ഇടുള്ളൂ. ഇന്നലെ പിന്നെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഈ ഇതില്ലായിരുന്നു, കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ കഴിയുന്നു. പിന്നെ ശനിയും ഞായറും എനിക്ക് ലീവായതുകൊണ്ടൊന്നും പഠിക്കാനുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ലോങ് വീഡിയോസൊക്കെ ലോങ് എന്ന് വിചാരിച്ചിട്ട് ഒരു 20 മിനിറ്റ് അരമണിക്കൂറൊന്നും ഉണ്ടാവില്ല. വെറും ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ. അത്രയ്ക്ക് നെറ്റില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. അപ്പം നിങ്ങൾ ഈ മൈൻക്രാഫ്റ്റില്ലേ 1 ബ്ലോക്ക് ഒന്ന് ട്രൈ ചെയ്തോളാം. നല്ല രസമാണ്. വേറൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ബീഹൈവ് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ബീഹൈവ് എന്ന് എപ്പോഴാണ് ഓർമ്മ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഒന്ന് മൈൻ ചെയ്യാൻ വിചാരിക്കുന്നില്ല. ലാവ ബക്കറ്റ് കിട്ടിയോണ്ടാണ്, അല്ലേ മൈൻ ചെയ്യാലേക്ക്. അപ്പോൾ ഞങ്ങളെ അപ്പോൾ ഞാനതാ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ലാവ ബക്കറ്റ് കിട്ടിയോണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. നാളെ ഞാൻ ഓഫ് ക്യാമറയിലില്ല. നാളത്തെ വീഡിയോയിൽ കുറച്ചും കൂടി സ്ഥലം നമ്മൾ വട്ടത്തിലാക്കാം. അവിടേക്കൊക്കെ
ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട് കുറേ അമളാക്ക്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാരണം ഇപ്പോൾ ഞാൻ തന്നെ കുറേ ലോങ്ങായി എനിക്ക് തോന്നുന്നത്. അതായത് ഈ മരമൊക്കെ വെട്ടണം, പിന്നെ നമുക്ക് ഹണീബിൻ്റെ ഒരു ഫാമും ഉണ്ടാക്കണം. ഒക്കെ അടുത്തതിലൊരു വില്ലേജർ കിട്ടിയാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.